സർക്കാർ ഒഴിയുമ്പോൾ ഖജനാവിൽ 5429 കോടി രൂപ ബാക്കി. രേഖകൾ പുറത്ത്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ സംസ്ഥാന ട്രഷറിയിൽ അവശേഷിക്കുന്ന പണത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്ത്. കേരളത്തിന്റേത് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെന്ന വലതുപക്ഷ മുന്നണികളുടെ വ്യാജ പ്രചാരണങ്ങളുടെ വായടപ്പിക്കുന്നതാണ് ധനവകുപ്പിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഔദ്യോഗിക രേഖകൾ. ഈ മാസം 1 വരെയുള്ള കണക്കുകൾ പ്രകാരം 5429 കോടി രൂപയാണ് ട്രഷറിയിൽ ക്യാഷ് ബാലൻസായി ബാക്കിയുള്ളത്. ധനവകുപ്പിന്റെ വിവരാവകാശ മറുപടിയിലാണ് ഈ നിർണായക വിവരമുള്ളത്. ഇറാനുമായുള്ള സമാധാന കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ 3 മാസം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചേക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയായി കരാറിന്റെ വിശദാംശങ്ങൾ ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും ചർച്ച ചെയ്തതായും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കർണാടകയിലെ കൽബുർഗി സ്വദേശിയായ ഭാഗ്യശ്രീയാണ് മരിച്ചത്. 12ാം ക്ലാസ് പരീക്ഷയിൽ 92% മാർക്ക് നേടിയ ഭാഗ്യശ്രീ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നുവെന്ന് അച്ഛൻ രാജശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷയും മകൾ മികച്ച രീതിയിൽ എഴുതിയിരുന്നുവെന്നും വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുമെന്ന ആശങ്ക അവളെ മാനസികമായി ബാധിച്ചിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കോഴിക്കോട് പെരുമണ്ണയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിലെ പാക്കണ്ടം, പുതിയോട്ടിൽ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം മൺട്രോത്തുരുത്തിൽ ഹൗസ് ബോട്ട് മുങ്ങിയ അപകടം. ഹൗസ് ബോട്ട് ഭാഗികമായാണ് മുങ്ങിയത്. പ്രദേശത്ത് ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ബോട്ട് മുങ്ങുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന വള്ളക്കാരും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ബോട്ടിലുള്ള യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും ബോട്ടിന്റെ താഴ്ഭാഗത്തു നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറിയതാകാം അപകട കാരണമെന്നും പോലീസ് പറയുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണം. കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കീവ് നഗരത്തെ പിടിച്ചുകുലുക്കിയ ബോംബാക്രമണം ഉണ്ടായത്. കർണാടകയിലെ ഫട്കലിൽ കക്ക വാരാനിറങ്ങിയ 8 പേർ മുങ്ങി മരിച്ചു. ഉത്തര കന്നഡയിലെ തട്ടേഹക്കാലു നദിയിലായിരുന്നു സംഭവം. മരിച്ചവരിൽ 7 പേരും സ്ത്രീകളാണ്. 3 പേരെ കാണാനില്ല. ഇവർക്കായി രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റിലായവരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ ശുപാർശ ചെയ്ത ജമ്മു കശ്മീർ ഭരണകൂടം. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടവരുടെ പാസ്പോർട്ട് റദ്ദാക്കുന്നത്. ഏകദേശം 116 പേരുടെ പാസ്പോർട്ട് റദ്ദാക്കാനാണ് ഭരണകൂടം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ 94 പേർ ജമ്മുവിലുള്ളവരാണ്. 22 പേർ കശ്മീരിലും. പാകിസ്ഥാനിൽ വൻ സ്ഫോടനം. ബലൂചിസ്ഥാനിലെ ക്വറ്റയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റു. കലാപബാധിത ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ക്വറ്റ. ഞായറാഴ്ച രാവിലെയാണ് നടുക്കുന്ന സംഭവം ഉണ്ടായത്. സ്ഫോടക വസ്തു നിറച്ച കാർ ട്രെയിനിൽ ഇടിച്ചു കയറുകയായിരുന്നു. സൈനികരുമായി പോയ ട്രെയിനിനെ ലക്ഷ്യം വെച്ച് നടത്തിയ സ്ഫോടനമാണെന്നാണ് വിവരം. കൊല്ലപ്പെട്ടവരിൽ സൈനികരുമുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.